അപ്പോൾ രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ പറയൂ, ക്ലാസിക്കൽ തബലിസ്റ്റ് ആണ് ഒരാള് സിത്താറിസ്റ്റ് ആണ്. സോ നിങ്ങളുടെ ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് വർക്ക് ആവുന്നത്? ഒരുപാട് പെർഫോമൻസുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു അംഗീകാരം. ആദ്യത്തെ ഫീമെയിൽ നിങ്ങളാണെന്നാണ് അല്ലേ? സോ അതിൻ്റെയൊക്കെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയൂ. ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് 10 വർഷത്തോളമായി. ഫ്രണ്ട്സ് ആണ് നിങ്ങൾ? അതെ അതെ അതെ. അതിൽ പ്രധാനമായ കാരണം നമുക്ക് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ കേരളത്തിൽ വളരെ കുറവാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടീസിൻ്റെ ആവശ്യം വരും പെർഫോം ചെയ്യണമെങ്കിൽ. അപ്പം അങ്ങനെ പരിചയപ്പെട്ടു, പിന്നീട് പ്രാക്ടീസ് ചെയ്തു, പിന്നെ അതിനുശേഷം പെർഫോമൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ തബലയും സിത്താറും ഒക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ്സ് അല്ലേ? സോ നിങ്ങൾ അത് ചൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രത്യേക റീസൺ ഉണ്ടോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഉണ്ടായിട്ടല്ല. ഒത്തിരി അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ ശരിക്കും അതിലേക്ക് പോയത് എൻ്റെ അച്ഛൻ്റെ ഇഷ്ടപ്രകാരം പോയതാണ്. അച്ഛനൊരു സംഗീത അധ്യാപകനാണ്, തൃശ്ശൂർ ചേതന മ്യൂസിക് അക്കാഡമിയിലെ അധ്യാപകനാണ്. അപ്പോൾ അവിടെ സിത്താറ് പഠിപ്പിച്ചിരുന്നു, കൃഷ്ണകുമാർ സാർ തൃപ്പൂണിത്തുറ. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് എന്നെ അതിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. പഠിച്ചു തുടങ്ങിയപ്പോൾ അതിനോട് കൂടുതൽ ഇഷ്ടം വരികയും അങ്ങനെ കൂടുതൽ അതിനോട് ഇഷ്ടം. ദേവേട്ടൻ എന്തായാലും പരിചയമുള്ള ആള് ആണ് ഇവിടെ ഇരിക്കുന്നത്. സോ നിങ്ങൾ എങ്ങനെയാണ് പരിചയം? നാട്ടുകാരാണ്? വിളിക്കാറുള്ളത് കുറേ എത്ര വർഷമായിട്ടുണ്ട്. ഒരുപാട് എനിക്ക് തോന്നുന്നു വൈക്കത്തെ അമ്പലത്തിലെ വേദിയിൽ നിന്നാണ് ഞങ്ങൾ ആദ്യം തൊട്ട് കണ്ടു തുടങ്ങിയത്. എൻ്റെ ഡിവോഷണൽ പ്രോഗ്രാംസ് ഒരുമിച്ച് ഞങ്ങൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. രത്തുവിൻ്റെ ബ്രദർ എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അവരെല്ലാവരും എനിക്കറിയാം. വേറെ കോഴ്സും ചെയ്തിട്ടുണ്ട് അല്ലേ? PG കോഴ്സ് അല്ലേ? അതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം അക്കാഡമിക്കലായിട്ടും അല്ലാതെയും ഒക്കെ ഓരോ സ്റ്റെപ്പ് കയറി പോകുമ്പോഴേ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ ഒരു ബാൻഡ് ഉണ്ടല്ലോ, ഫീമെയിൽ ബാൻഡ്. ഞങ്ങള് ബാംഗിൾസ് എന്ന പേരിലൊരു ബാൻഡ് ഇപ്പോൾ. അപ്പൊ അതിൽ വേറെ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പ്രധാനമായിട്ടും ജുഗൽബന്ദി, അതായത് കർണാട്ടിക് ഹിന്ദുസ്ഥാനി ജുഗൽബന്ദി ആയിട്ടാണ്. ഹിന്ദുസ്ഥാനി കോമ്പിനേഷൻ ആണ് ചെയ്യുന്നത്. അത് ശരി. നിങ്ങൾ പരിചയപ്പെട്ടത് ശരിക്കും എവിടെ വെച്ചിട്ടാണ്? ഞങ്ങൾ ആദ്യം പരിചയപ്പെട്ടു, ഞാൻ ശരിക്കും ശ്രീജയുടെ ഗുരുനാഥൻ്റെ കൂടെ വായിച്ചിരുന്നു, കൃഷ്ണകുമാർ സാറിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ സാറ് പറഞ്ഞ് അറിയാം. അതിനുശേഷം കോട്ടയത്ത് ഞങ്ങളൊരു സുർസാഗർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സഭ തുടങ്ങി ഹിന്ദുസ്ഥാനി മ്യൂസിക്കിന് വേണ്ടി. അപ്പോൾ അതിൽ ഞങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം പ്രാക്ടീസിനായിട്ട് തന്നെ ഇരിക്കുന്നത്. അത് ഏകദേശം 2008 ആയിരിക്കും. ഓക്കെ. ആൻഡ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഇത് പഠിക്കാനും അല്ലെങ്കിൽ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾ വേറെ സ്ഥലങ്ങളിൽ പോയിട്ടാണ് പഠിച്ചതല്ലേ? സോ ഈ ബുദ്ധിമുട്ടുകൾ കാരണം എപ്പോഴെങ്കിലും എന്നാൽ നമുക്ക് വേണ്ട ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വീണ അല്ലെങ്കിൽ വയലിൻ അത് മതി, അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു പിന്നോട്ട് മാറാൻ? ഇല്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. അതിനോടുള്ള ഇഷ്ടം കൂടുതലുകൊണ്ട് അങ്ങോട്ട് ദൂരേക്ക് പോയിട്ടാണെങ്കിലും അത് കുറച്ച് പഠിച്ചെടുക്കണം. എവിടെയൊക്കെ പോയി പഠിച്ചിട്ടുണ്ടാവും? ഇപ്പം ഞാൻ പോയത് തുടങ്ങിയത് ഇവിടുന്നാണെങ്കിലും പോയത് ധാർവാഡ് എന്ന് പറയും, കർണാടകയിലാണ്. മഹാരാഷ്ട്ര ബോർഡറായിട്ട് വരും. അവിടെ ഈ മ്യൂസിക് ഫാമിലിയാണ് അവർ മൊത്തം 7 ജനറേഷൻ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ശരിക്കും കേരളത്തിലാണ് തുടങ്ങിയത്. ആദ്യകാലങ്ങളിൽ ഇതുപോലെ ഞാൻ ലൈറ്റ് മ്യൂസിക് ആയിരുന്നു തുടങ്ങിയത്. അതിനുശേഷം ഡിവോഷണൽ കുറേ പ്രോഗ്രാംസ്, റെക്കോർഡിങ്സ് എല്ലാം വായിച്ചിരുന്നു. പിന്നീട് തബലയുടെ ഒരു ക്ലാസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ആദ്യ ഗുരുനാഥൻ തന്നെ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ വേറെ ഗുരുനാഥരെ കണ്ടെത്തി പഠിക്കണം, എന്നാലേ ഇതിൻ്റെ ക്ലാസിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാൻ പറ്റുള്ളൂ. കാരണം ഇതിൽ ഒരുപാട് ഘരാന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ. അപ്പോൾ അതറിയാൻ വേണ്ടി പിന്നെ ഹൈദരാബാദിൽ കുറച്ച് നാൾ 2 വർഷത്തോളം ഹൈദരാബാദിൽ പഠിച്ചു, അവിടെ ഡിപ്ലോമ ചെയ്തു. അതിനുശേഷം ഇതിൽ തന്നെ വിശാരദ ചെയ്തു ബോംബെയിൽ. അതിനുശേഷം ബോംബെയിൽ ഹൈദരാബാദിലെ സാറിൻ്റെ ഗുരുനാഥൻ്റെ കീഴിലായിരുന്നു. പിന്നീട് ഒരു 5-6 വർഷത്തോളം പഠിച്ചു. അതിനിടയിൽ തബലയിൽ MA കംപ്ലീറ്റ് ചെയ്തു. ഈ ഞങ്ങളുടെ വേദിയിലും ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഈ തബല ആൻഡ് സിത്താർ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, എന്തായിരിക്കും എന്നത് കേൾക്കാനൊരു വളരെ ആകാംക്ഷയായിട്ട് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ കൂടെ വന്നിരിക്കുന്ന ഒരാളുണ്ട്, അവരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം ചേട്ടാ, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ആരാണ് ഇവര്? ഞാൻ ശ്രീജയുടെ ഹസ്ബൻഡാണ്. ശ്രീജയുടെ ഹസ്ബൻഡ് പേര് രാജേന്ദ്രൻ. പേര് രാജേന്ദ്രൻ. ചേട്ടൻ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ. ഞാൻ സംസ്കൃത അധ്യാപകനാണ്. പറൂർ ആണ് സ്ഥലം. മ്യൂസിക് ഉണ്ട്. മ്യൂസിക് കഴിഞ്ഞതാണല്ലേ? ഓ അത് ശരി. ആൻഡ് ഇവരുടെ ഈ ഒരു കോമ്പിനേഷൻ ഒരുപാട് പ്രോഗ്രാംസ് ചേട്ടൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? എങ്ങനെയാണ് ഈ പെൺപുലികൾ സ്റ്റേജിൽ കയറി? ഇവരുടെ ഇപ്പൊ ഭയങ്കര പാവമായിട്ട് ശാന്ത സ്വരൂപിണികളായിട്ടാണ് ഇവർ നിൽക്കുന്നത്. സ്റ്റേജിൽ കയറി ഇവരെങ്ങനെയാണ്? സ്റ്റേജിൽ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ പോലെ പെൺപുലികൾ തന്നെയാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നിങ്ങൾ ഇവിടെ വന്നതിൽ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയതിൽ. അപ്പൊ നമുക്ക് പെർഫോമൻസ് കാണാം അല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്.